ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിധിയാസ് ഫുഡ്സ് ആൻഡ് ട്രാവൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു മീൻകറി എങ്ങനെ തയ്യാറാക്കാം എന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ ഞാനിവിടെ ഒരു 25 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയുള്ളി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു സവോള അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 7 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഒരു പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് വഴണ്ടി കളറൊന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ തക്കാളി നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരുന്ന മസാല നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ചതിന് ശേഷം അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ള വെള്ളമാണിത്. ഇത് 1 കപ്പ് വെള്ളമുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇതുവരെ കറിയിലോട്ട് ഉപ്പൊന്നും ചേർത്തിരുന്നില്ല. അപ്പോൾ ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 4 അയല മീൻ എടുത്തിട്ടുണ്ട്. അത് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഏത് മീൻ വെച്ചിട്ടും ഈ രീതിയിൽ കറി തയ്യാറാക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അയല മീൻ ഉള്ളത് കൊണ്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. ഏത് മീൻ വെച്ചിട്ടും ഈ രീതിയിൽ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പം 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചാറുള്ള കറിയാണ് കേട്ടോ. ചാറാണെങ്കിലും നല്ല കുറുകിയ ചാറാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിലാണെങ്കിൽ മീൻ കറി വെക്കുമ്പോൾ മീനിൻ്റെ കഷ്ണത്തേക്കാൾ കൂടുതൽ ആവശ്യക്കാർ മീനിൻ്റെ ചാറിനാണ്. അപ്പോൾ ഈ രീതിയിൽ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചാറോട് കൂടി തന്നെ, അതും നല്ല കുറുകിയ ചാറോടുകൂടി തന്നെ നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും ഇതിങ്ങനെ തന്നെ മൂടി വയ്ക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇരുന്നിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റായി കിട്ടും. ഒന്നുകൂടി ചാറൊക്കെ ഒന്ന് കുറുകി വരും.
അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. അതേപോലെ തന്നെ തേങ്ങയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻകറിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. പിന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.